മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് ശരത്. പത്തനംതിട്ട പന്തളം തെക്കേക്കരയിലെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ശരത് കുമാറിന് ജനസേവനം പോലെ പ്രിയമാണ് കൃഷിയും. മണ്ണിൻ്റെ മണവും ജനങ്ങളുടെ മനസ്സും ഒരുപോലെ മനസ്സിലാക്കിയ ഇദ്ദേഹത്തെ അറിയാത്തവർ ഈ നാട്ടിൽ വളരെ ചുരുക്കം. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് ഏറെ പ്രചോദനമാണ് ശരത് കുമാറിൻ്റെ കാർഷിക ജീവിതം. കൃഷി തൻ്റെ ഉപജീവന മാർഗമാക്കിയ ശരത് കുമാറിന് കൃഷിയിലൂടെ തൻ്റെ ജീവിതം പച്ചപിടിച്ച യാത്രയെപ്പറ്റി ഏറെ പറയാനുണ്ട്. പന്തളം തെക്കേക്കര കൃഷിഭവൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ് ഇത്. ഇത് ഏകദേശം 5 ഏക്കറോളം തരിശായിട്ട് കിടന്ന സ്ഥലമായിരുന്നു. കഴിഞ്ഞ വർഷത്തിന് മുമ്പ് നമ്മുടെ പന്തളം തെക്കേക്കരയിലെ കൃഷി ഓഫീസർ നിർദ്ദേശിച്ച പ്രകാരം പന്തളം തെക്കേക്കര പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റായ പൂക്കൾ നിറയും ഗ്രാമം എന്ന പദ്ധതിയിൽ പൂക്കൾ ജണ്ടുമല്ലി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ആദ്യം ഏകദേശം 50 സെൻറ്റോളം സ്ഥലം പാട്ടത്തിനെടുക്കുകയും അതിനുശേഷം പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെടുത്തി നമ്മൾ സോളാർ വേലി ഇട്ടതിന് ശേഷം ഇതിനകത്ത് ആദ്യമായി ചെണ്ടുമല്ലി കൃഷി ചെയ്തു. ചെണ്ടുമല്ലി കൃഷി ചെയ്ത് നമുക്ക് അത് നല്ല വിജയം കിട്ടുകയും അത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അതിൻ്റെ വിപണനം നടത്താനും നമുക്ക് നല്ല റിസൾട്ട് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്കിയുള്ള ഭൂമിയുടെ ഉടമകളെ സമീപിക്കുകയും അതിനുശേഷം നമ്മൾ അവരുടെ എല്ലാം സമ്മതത്തോടു കൂടി ഈ പുരയിടങ്ങൾ ഈ ഭൂമി മൊത്തം 5 ഏക്കറോളം പാട്ടത്തിനെടുത്ത് നമ്മൾ ഇതിനകത്ത് പച്ചക്കറി കൃഷി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ നിന്ന് സ്കീമിലും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനകത്ത് നമ്മൾ പച്ചക്കറി കൃഷികൾ ധാരാളമായി ചെയ്തു. അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പച്ചമുളക്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, വെള്ളരിക്ക, കുമ്പളങ്ങ, ക്യാബേജ്, കോളിഫ്ലവർ, തണ്ണിമത്തൻ, ചീര, ചേന, ചേമ്പ്, ഏത്തവാഴ, കപ്പ അങ്ങനെ തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ്. സീസൺ അനുസരിച്ചുള്ള കൃഷി രീതികളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഏകദേശം 8 പഞ്ചായത്തിന് നമ്മുടെ ഈ 5 ഏക്കർ ഭൂമിയിൽ നിന്ന് തന്നെ നമ്മൾ വെള്ളരിക്ക, വഴുതനങ്ങ, വെണ്ടയ്ക്ക, തക്കാളി, പാവയ്ക്ക, പയറ് തുടങ്ങി ഏത്തക്കൊല അടക്കം ഒട്ടനവധി സാധനങ്ങൾ നമ്മൾ മറ്റ് പഞ്ചായത്തുകളിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ നമ്മൾ നവോദയ സ്കൂള്, ഹോർട്ടിക്രോപ്പ്, മാവേലിക്കര സബ് ജയിൽ അടക്കം വിവിധ സ്ഥാപനങ്ങളിലേക്കും ഇവിടെ നിന്ന് നമ്മൾ പച്ചക്കറികൾ ധാരാളമായി കയറ്റി അയക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നിലവിൽ ഇതിനകത്ത് നമ്മൾ പാവലിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പയർ എടുത്ത് ഏകദേശം കഴിഞ്ഞു, ചീര ഏകദേശം എടുത്ത് കഴിഞ്ഞു. ഇപ്പം ഓണത്തിനേക്കുള്ള ഏത്തവാഴയുടെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിനുശേഷം കഴിഞ്ഞ സീസണിൽ നട്ട ഏത്തവാഴ ഏകദേശം കുലച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓണത്തിനോടനുബന്ധിച്ചുള്ള പച്ചക്കറി കൃഷികൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും നല്ല ഒരു പിന്തുണയും സപ്പോർട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ വസ്തുവിൻ്റെ ഓണർമാർ നമുക്ക് ഈ ഭൂമി വിട്ടു തന്നത് മൂലം എല്ലാവരുടെയും പിന്തുണയോടുകൂടി നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനിയും നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന് അടുത്ത് തന്നെ ആയിട്ട് ഏകദേശം ഒരു 4.5 ഏക്കർ സ്ഥലം ഇതേപോലെ തന്നെ ഫുള്ള് തരിശായിട്ട് കിടക്കുകയാണ്. നമ്മളതും ചോദിച്ചു വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടുത്തെ ഏകദേശം എല്ലാം വർക്ക് ഒതുങ്ങിയതിന് ശേഷം നമ്മൾ അവിടെയും പൂർണ്ണമായും പച്ചക്കറി, ജൈവ പച്ചക്കറികൾ ചെയ്യാനാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ സീസണിലും യോജിച്ച കൃഷികളാണ് ഇവിടെ ചെയ്തു വരുന്നത്. നിലവിൽ ചീര, വാഴ, ഇടവിളയായി ചേന, കോളിഫ്ലവർ, ക്യാബേജ് കൂടാതെ കോവൽ, പാവൽ തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നു. നമ്മൾ കഴിഞ്ഞ ഓണത്തിന് ഇവിടെ കണിവെള്ളരിയും അതേപോലെ തന്നെ ആ ഭാഗത്തായിട്ട് നമ്മൾ സെറാ മുളകും ആയിരുന്നു കൃഷി ചെയ്തത്. സെറാ മുളക് തന്നെ നമുക്ക് ഏകദേശം 1000 കിലോയ്ക്കടുത്ത് നമ്മൾ 500 മൂടിൽ നിന്നും ഓണത്തിന് മാത്രം നമ്മൾ 4 ദിവസം അതിനകത്ത് നിന്ന് വിളവെടുക്കുകയും അതേപോലെ തന്നെ നമുക്ക് നല്ല വില, സർക്കാർ നിശ്ചയിച്ച വില പ്രകാരം തന്നെ നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 പഞ്ചായത്തുകളിലേക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഏത്തവാഴക്കിടയ്ക്ക് നമ്മൾ ഇടവിളയായിട്ട് 1000 മൂട് ക്യാബേജും 1000 മൂട് കോളിഫ്ലവറും ഇത്രയും വാഴയ്ക്കകത്ത് നമ്മൾ ചെയ്യുകയും അതിൻ്റെ വിളവെടുപ്പും നമ്മൾ നല്ല രീതിയിൽ തന്നെ നടത്തുകയും നമുക്ക് നല്ലൊരു റിസൾട്ട് ഇതിനകത്ത് നിന്ന് ലഭിക്കുകയും ചെയ്തു.
ജൈവ കൃഷിരീതി അവലംബിക്കുന്ന ഈ കൃഷിയിടത്തിൽ നിന്നും പാവൽ കൃഷിയിലൂടെ നല്ലൊരു ആദായം ഇതിനകം തന്നെ ഈ കർഷകൻ നേടിക്കഴിഞ്ഞു. ശരിയായ ജൈവ കൃഷി രീതിയിലൂടെയും ജൈവ രോഗകീട നിയന്ത്രണത്തിലൂടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും മികച്ച വിളവും ഇദ്ദേഹത്തിന് ലഭിക്കുന്നു. നമ്മൾ കൂടുതലായും പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നത് ജൈവ കൃഷി രീതി തന്നെയാണ്. അതിനകത്ത് ഫിഷ് അമിനോ ആസിഡ്, അതേപോലെ തന്നെ നമ്മൾ പിണ്ണാക്ക് പൊടി, അതേപോലെ തന്നെ ഏത്തവാഴയ്ക്ക് അയർ, അങ്ങനെയുള്ള വേപ്പിൻ പിണ്ണാക്ക്, അതുപോലുള്ള കൃഷി രീതികളാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് കീടനാശിനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വേപ്പിൻ കഷായം, അതേപോലെ തന്നെ കാന്താരി കഷായം, അങ്ങനെയുള്ള സ്പ്രേ പ്രയോഗങ്ങളും ഇതിനകത്ത് നമ്മൾ കൃത്യമായി നടത്താറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പാവൽ ഇനിയിപ്പം പൂക്കണ്ണി ആവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ പഴവും ശർക്കരയും കൂടെ ഞെരടി കെണിയാക്കി ഇതിനകത്ത് ഉറി പോലെ കെട്ടി നമ്മൾ ഇതിനകത്ത് മുഴുവനിടും. ചിരട്ടയിൽ ശർക്കരയും പഴവും കൂടെ ഞെരടി ഇതിനകത്ത് കെട്ടിയിടും. ഇതിനകത്ത് നിന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ സ്ഥലത്ത് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 400 കിലോയോളം പാവയ്ക്ക, അന്ന് ഏകദേശം 30 തടത്തിൽ നിന്ന് ഏകദേശം 400-450 കിലോയോളം പാവയ്ക്ക നമുക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചു. പിന്നെ അതേപോലെ തന്നെ പയർ ഏകദേശം 800-850 കിലോയോളം. ചീര ഇടുന്നതിന് മുമ്പ് ഇതിനകത്ത് പയറായിരുന്നു. ആ പയർ നമ്മൾ ഈ ഇത്ര ഏരിയയിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ഏകദേശം 800-850 കിലോയോളം പയർ സെയിൽ ചെയ്യാൻ സാധിച്ചു. എനിക്ക് ഈ 5 ഏക്കർ സ്ഥലം മൊത്തത്തിൽ ആദ്യം കൃഷിയോഗ്യമാക്കാൻ തന്നെ ഏകദേശം എനിക്ക് 5.25 ലക്ഷം രൂപ ചിലവായി. 5.25 ലക്ഷം രൂപ ഫുള്ള് ഞാൻ കടത്തിലാണ് 5.25 ലക്ഷം രൂപ മുടക്കി ഇത് കൃഷിയോഗ്യമാക്കി എടുത്തതിന് ശേഷമാണ് ഇതിനകത്ത് ആദ്യത്തെ ഒരു വിത്ത് നടുന്നത്. വിത്ത് നട്ട് എനിക്ക് ആദ്യത്തെ 1 വർഷം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ 5.25 ലക്ഷം രൂപ എന്നുള്ള കടം ഒറ്റ വർഷം തികച്ചെടുക്കേണ്ടി വന്നില്ല. എനിക്ക് എൻ്റെ ബാധ്യത തീർക്കാൻ സാധിച്ചു. അതിനുശേഷം പിറ്റത്തെ വർഷം എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയ ലാഭത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഇതിനകത്ത് പച്ചക്കറി സെയിൽ ചെയ്യാനുള്ളൊരു വാഹനം സ്വന്തമാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ മെച്ചപ്പെട്ടൊരു സാമ്പത്തിക ഭദ്രത എനിക്ക് ഈ കൃഷിയിൽ നിന്ന് തന്നെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ എനിക്ക് 3-4 പേർക്ക് തൊഴിൽ നൽകാൻ ഈ ഭൂമിയിൽ നിന്നും തൊഴിൽ നൽകാൻ സാധിച്ചു. ഇനിയിപ്പം അപ്പുറത്തെ എടുക്കുന്ന 5 ഏക്കർ സ്ഥലം എടുക്കുമ്പം ഇനിയും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകാനും അതേപോലെ തന്നെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക ഭദ്രത കെട്ടിപ്പടുക്കാനും സാധിക്കും. അതിനുവേണ്ട കൃത്യമായ നിർദ്ദേശവും എല്ലാവിധ പിന്തുണയും കൃഷിഭവൻ ഉദ്യോഗസ്ഥരിലൂടെ ശരത് കുമാറിന് ലഭിക്കുന്നുണ്ട്. എല്ലാ ജനപ്രതിനിധികളും ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി ഹൃദയത്തിലേറ്റി ഏറ്റെടുത്ത് നടത്തി വന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ലോട്ടറി അടിച്ചതുപോലെ കൃഷി സമൃദ്ധി എന്ന പദ്ധതി കൂടി കേരള സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് നടപ്പാക്കാനായിട്ട് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായി 5 ഏക്കർ കൃഷിസ്ഥലം 1.5 ആൾ പൊക്കത്തിൽ കാട് കയറി 15 വർഷമായിട്ട് കിടന്ന ഒരു കൃഷിസ്ഥലം നമ്മുടെ തന്നെ ജനപ്രതിനിധിയായിരുന്ന ശരത് കുമാർ ഏറ്റെടുത്ത് ഇവിടെ വിവിധ ഇനം പച്ചക്കറികളും പുഷ്പകൃഷി, തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള വാഴ ഉൾപ്പെടെയുള്ള ഫലവർഗ്ഗ കൃഷിയും ആരംഭിച്ച് വിജയം കൊയ്തത്. ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ മാസ വരുമാനമായി അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഏറ്റവും വിജയകരമായ ഒരു മാതൃകയാണ് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ നടപ്പാക്കിയത്. വാഴയ്ക്ക് ഇടവിളയായി നട്ടിട്ടുള്ള വിളകളിൽ ഒന്നാണ് കുറഞ്ഞ പരിപാലനത്തിലൂടെ മികച്ച വിളവ് നൽകുന്ന ചേന. വാഴയ്ക്ക് നൽകുന്ന വളവും നനയും ചേനയ്ക്കും ഗുണകരമാകാറുണ്ട്. കൃഷിയിടത്തിൽ ചാലുകൾ കീറി വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തിയിരിക്കുന്നു. വേനലിൽ പ്രത്യേകം ശ്രദ്ധ നൽകി കൃത്യമായ ഇടവേളകളിൽ ജലസേചനം നടത്തുന്നു. കൃഷിക്ക് എല്ലാവിധ സഹായവുമായി ശരത് കുമാറിൻ്റെ കുടുംബം കൂടെയുണ്ട്. എല്ലാ ദിവസവും വരുമാനം ലഭിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ചീര കൃഷി. ചുവന്ന പട്ടു വിരിച്ചതുപോലെയുള്ള ചീരപ്പാടം ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്.
നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നിലം ഒരുക്കൽ മുതലുള്ള പ്രവർത്തനങ്ങൾ മികച്ചതായിരിക്കണം. നമ്മൾ പ്രധാനമായിട്ടും പച്ചക്കറി കൃഷിക്കാണെങ്കിൽ ആദ്യം നമ്മൾ നിലം ഒരുക്കും. നിലം ഇതേപോലെ കിളച്ച് ഒരുക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കുമ്മായം ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കോഴിവളം മിക്സ് ചെയ്യും. കോഴിവളം മിക്സ് ചെയ്ത് കോഴിവളം മൊത്തത്തിൽ വിതറിയതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ നനച്ചങ്ങിടും. നനച്ചിട്ട് ഒരാഴ്ച നമ്മളിങ്ങനെ നനച്ച് തന്നെ ഇട്ട് കോഴിവളത്തിൻ്റെ ചൂട് നമ്മൾ കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ നിലത്തിലേക്ക് തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ ചാണകപ്പൊടി മിക്സ് ചെയ്ത് ഇതിലേക്കിടും. നമ്മൾ ഈ മണ്ണ് ആ വളവുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് പച്ചക്കറി തൈകൾ നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നട്ട് കൊടുത്ത് പിന്നെ ഒരു 10 ഇല വന്നതിന് ശേഷം നമ്മൾ മൈക്രോ ഫുഡ് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേറെ വളപ്രയോഗങ്ങളൊന്നും പിന്നീട് നമ്മൾ ചെയ്യാറില്ല. അതിനുശേഷം ആ വിളവെടുപ്പിന് ശേഷം അടുത്ത സീസണിൽ വീണ്ടും കൃഷി ചെയ്യുമ്പോൾ ഇതേ രീതി തന്നെ ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോഴിവളമാണ് ഏറ്റവും പ്രധാനമായിട്ടും, കോഴിവളം ചാണകപ്പൊടിയാണ് ഏറ്റവും പ്രധാനമായിട്ടും. പിന്നെ കീടങ്ങളെ നിയന്ത്രിക്കാനെ കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് കൃത്യമായി എല്ലാ തടത്തിലും ഇട്ട് കൊടുക്കും. എല്ലാ പരിപാലന മുറകളും വളരെ കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കൃഷിയിടത്തിൽ നിന്നും ലഭിക്കുന്ന വിളവും ആദായവും മികച്ചതാണ്. അത്യുൽപാദനശേഷിയുള്ള ഹൈബ്രിഡ് മുളകും ഇവിടെ കൃഷി ചെയ്യുന്നു. ഇവിടുത്തെ പന്തലിൽ വിളയുന്ന കുഞ്ഞൻ കോവയ്ക്കകൾ രുചിയേറിയവയാണ്. ശീതകാലത്ത് ഇടവിളയായി നട്ടിരുന്ന കാബേജും കോളിഫ്ലവറുമെല്ലാം വിളവെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇത് നമ്മുടെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ അവസാനഘട്ട വിളവെടുപ്പ് സമയമാണ്. ഇതാണ് നമ്മുടെ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന കോളിഫ്ലവറും ഇത് ക്യാബേജും. ഇനിയിപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമുക്ക് ഈ പഞ്ചായത്തിൽ തന്നെ 12 ഏക്കർ പഞ്ചായത്തിൽ 20 ഏക്കർ സ്ഥലത്ത് തരിശ് ഭൂമി കൃഷിയോഗ്യമാക്കണം. 20 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പോൾ 5 ഏക്കർ സ്ഥലമായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത 5 ഏക്കർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ 20 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യണമെന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. കൃഷിയിൽ ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വന്യമൃഗ ആക്രമണം രൂക്ഷമായ ഈ പ്രദേശത്ത് കാർഷിക മേഖലയ്ക്ക് ഏറെ ആശ്വാസമായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖേന സോളാർ വേലി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. മണ്ണിനോടുള്ള സ്നേഹവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും ഒരുപോലെ കൈവിടാത്ത ജനസമ്മതനായ ഈ യുവ കർഷകന് കൃഷിയിൽ പ്രതീക്ഷകളേറെയാണ്. ഇനിയും കൂടുതൽ തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കി കൃഷി വ്യാപിപ്പിക്കാനും വരും തലമുറയ്ക്ക് പ്രചോദനമാകാനും ഈ യുവ കർഷകന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.